എറണാകുളം ജില്ലയിൽ നെട്ടൂരിലുള്ള വളരെ പ്രശസ്തമായ ശിവക്ഷേത്രമാണ് തിരുനെട്ടൂർ മഹാദേവ ക്ഷേത്രം. 2 ശ്രീകോവിലുകളും 2 കൊടിമരവുമുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്ന്. 2 ഏക്കർ വിസ്തൃതിയുള്ള ക്ഷേത്രക്കുളത്തിനു പിന്നിൽ പരിലസിക്കുന്ന തിരുനെട്ടൂർ ക്ഷേത്ര സമുച്ചയം കാഴ്ചയിൽ തന്നെ ആരെയും ആകർഷിക്കുന്നതാണ്. ഒട്ടനവധി പ്രത്യേകതകളുള്ള തിരുനെട്ടൂർ മഹാദേവ ക്ഷേത്രം മറ്റൊരത്ഭുതം കൊണ്ടും വളരെ ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞ ഒരു ക്ഷേത്രമാണ്. തിരുനെട്ടൂരപ്പൻ്റെ ശ്രീകോവിലിന് വടക്കു കിഴക്ക് ഭാഗത്ത് കാണുന്ന ശിവഭഗവാന്റെ സ്വയംഭൂവായ ഒരു ശില അനുദിനം വളരുന്നുണ്ടെന്നാണ് വിശ്വാസം. വടക്കുംനാഥ സങ്കല്പത്തിലാണ് ഈ ശിലയെ ആരാധിച്ചു വരുന്നത്. തനി കേരളീയ ശൈലിയിൽ പണിതീർത്ത മഹാദേവ ക്ഷേത്രത്തിനു മുന്നിൽ സാമാന്യം വലിപ്പമുള്ള ഒരു അമ്പലമണി കാണാം. ഉപദേവതകളായി ഗണപതി, ദക്ഷിണാമൂർത്തി, സുബ്രഹ്മണ്യൻ, സരസ്വതി, ശ്രീകൃഷ്ണൻ, വടക്കുംനാഥൻ, യോഗീശ്വരൻ തുടങ്ങിയ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിലൊന്നായ ഈ ക്ഷേത്രം ത്രേതായുഗത്തിൽ പരശുരാമൻ സ്ഥാപിച്ചതാണെന്നാണ് വിശ്വാസം. പ്രധാന പ്രതിഷ്ഠയായ മഹാദേവൻ അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ കിഴക്കു ദർശനമായി ശിവലിംഗ രൂപത്തിലാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. ഒരിക്കൽ ഇവിടെയെത്തിയ വില്വമംഗലം സ്വാമി തൻ്റെ ദിവ്യദൃഷ്ടിയിൽ മഹാവിഷ്ണു സാന്നിധ്യം കാണുകയും അന്നത്തെ നാടുവാഴിയുടെ സഹായത്തോടെ ഒരു മഹാവിഷ്ണു ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. തുല്യപ്രാധാന്യത്തിൽ ആരാധിച്ചു പോരുന്ന തിരുനെട്ടൂരപ്പൻ്റെയും പിതൃമോക്ഷകാരകനായ വടാദേവരെന്ന നാമത്തിൽ വിളിക്കുന്ന മഹാവിഷ്ണുവിൻ്റെയും ശ്രീകോവിലുകൾ വട്ടശ്രീകോവിലുകളാണ്. ക്ഷേത്രപരിപാലനത്തിനായി കൊണ്ടുവന്നു പാർപ്പിച്ച 108 നമ്പൂതിരി കുടുംബങ്ങൾക്കുണ്ടായിരുന്ന പിതൃശാപം മാറ്റുന്നതിനായി വില്വമംഗലം സ്വാമിയാണ് പിതൃബലി നിർദ്ദേശിച്ചത്. ഈ 2 ക്ഷേത്രങ്ങൾക്കിടയിൽ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രവുമുണ്ട്.
ധനുവത്തിലെ ഉത്രട്ടാതി നാളിൽ കൊടിയേറി തിരുവാതിര നാളിൽ ആറാട്ടോടു കൂടിയ 8 ദിവസത്തെ ഉത്സവമാണ് തിരുനട്ടൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം. മഹാദേവന് 8 ദിവസത്തെ ഉത്സവമാണെങ്കിൽ മഹാവിഷ്ണുവിന് 7 ദിവസത്തെ ഉത്സവമാണ് നടത്തിവരുന്നത്. അതുകൊണ്ട് ഉത്രട്ടാതി നാളിൽ മഹാദേവ നടയിലും പിറ്റേന്ന് മഹാവിഷ്ണു നടയിലും കൊടിയേറും. കൂടാതെ അഷ്ടമി രോഹിണി നാളും കർക്കിടക വാവും തുലാം വാവുമൊക്കെ വിശേഷ ദിനങ്ങളാണ്. വാവുനാളുകളിൽ ബലിയിടാനായി അസംഖ്യം ഭക്തജനങ്ങൾ പുറം നാടുകളിൽ നിന്ന് പോലും എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. വൈറ്റിലയിൽ നിന്നും അരൂർ റൂട്ടിൽ 4 കിലോമീറ്റർ സഞ്ചരിച്ച് INTUC ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് തിരിയുന്ന റോഡിലൂടെ അല്പദൂരം സഞ്ചരിച്ചാൽ ഈ പുരാതന ക്ഷേത്രത്തിൽ എത്തിച്ചേരാം.